സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടൂർ പോയിട്ടുണ്ടെങ്കിലും ടീച്ചറായിട്ട് പിള്ളേരുടെ കൂടെ ടൂർ പോകുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ രാമോജി ഫിലിം സിറ്റിയിലാണ്. 1666 ഏക്കറിലുള്ള ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ കണ്ടു തീർക്കാനായിട്ട് ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ പോരാ. എവിടെ നോക്കിയാലും ഹിന്ദി മൂവീസിൻ്റെ പേരുകളും അങ്ങനെ ഓരോ സ്പോട്ടുകൾ ഓരോരോ മൂവീസിൻ്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആദ്യം നമുക്കൊരു ബസ് റൈഡ് ആയിരുന്നു. ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ബസ്സിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ അവർ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി കാണിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവീസിൽ കണ്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്. ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലൊക്കെയാണ് ഗംഗൂബായി ഒക്കെ ഷൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതുപോലെ കാണാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ജയിൽ, ഇതാണ് ഫസ്റ്റ് ലൊക്കേഷൻ മഹാഭാരത്. ഈ കാണുന്നതാണ് എല്ലാ മൂവീസിലെയും റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാഹുബലിയുടെ സെറ്റിലേക്കാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഓടി ഓടി നടക്കുമായിരുന്നു ബാഹുബലിയുടെ സെറ്റിൽ കൂടെ. എന്താ പറയുക, രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, അവിടെയാണെങ്കിൽ ബാഹുബലി മൂവിയുടെ ബീജമും കൂടെ ആയപ്പോഴത്തേക്കും ഒന്നും പറയണ്ട. നിൽക്കുന്നു നമ്മുടെ പൽവാൾ ദേവൻ തലയൊക്കെ പോയിട്ട്. അങ്ങനെ ഫുള്ള് ഞങ്ങൾ ഓടി കറങ്ങി കണ്ടു. ദിസ് ഇസ് ദ തേർഡ് ലൊക്കേഷൻ, മട്ക. ഇത് നമ്മുടെ ഒരു പബ് വൈബാണ്. നെക്സ്റ്റ് വി ഹാവ് വിഷ്വൽ ഗ്രാഫിക്സ്. കണ്ടോ, ആ അവതാറാണ് ഈ താഴെ നിന്ന് ഡാൻസ് കളിക്കുന്ന ചേട്ടൻ. കുറച്ച് നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോയത് യൂറോപ്യൻ സ്ട്രീറ്റിലേക്കാണ്. ഈ ബിൽഡിങ്സും ഡമ്മി ബിൽഡിങ്സ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഹോസ്പിറ്റൽ, ആർട്ടിഫിഷ്യൽ എയർപോർട്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ എയർപ്ലെയിൻ, അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയിട്ട് ഹവാ മഹലാണ്. അവിടെ ചേച്ചിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു. ആ ചേച്ചി ഞങ്ങളെയും ഡാൻസ് കളിക്കാനായിട്ട് അകത്തേക്ക് വിളിച്ചു. അപ്പം ഞാനും പോയി എന്തൊക്കെയോ കാണിച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ചിറങ്ങിപ്പോന്നു. ഈവനിങ് ആയപ്പോഴത്തേക്കും അവിടെ കുറച്ച് ഷോസും അല്ലാണ്ട് സ്റ്റണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഗെയിംസ് ഞങ്ങൾ കളിച്ചു. എന്താണല്ലോ എല്ലാവരും വൺ ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ രാമോജി ഫിലിം സിറ്റി. അങ്ങനെ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയുടെ ബൈ ബൈ പറഞ്ഞു.